ഓൺലൈൻ വഴി പല രീതിയിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട്. ഇങ്ങനെ വിസ തട്ടിപ്പ് സംഘങ്ങളും പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. കാനഡയിലേക്ക് വിസ വാഗ്ദാനം ചെയ്താണ് പാലക്കാട് ഒറ്റപ്പാലത്ത് താമസിക്കുന്ന കോട്ടയം സ്വദേശിയിൽ നിന്നും പണം തട്ടിയത്. ഹരിയാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമായിരുന്നു തട്ടിപ്പിന് പിന്നിൽ. കേസിൽ സൈബർ പോലീസിന്റെ ഇടപെടലിലൂടെ പരാതിക്കാരന് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടിയിരിക്കുന്നു. സൈബർ ക്രൈം പോർട്ടലിന്റെ സഹായത്തോടെയാണ് പോലീസ് പണം വീണ്ടെടുത്തത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് കാനഡയിലേക്കുള്ള വിസക്കെന്ന പേരിൽ ഒറ്റപ്പാലത്ത് താമസിക്കുന്ന കോട്ടയം സ്വദേശിയെ ഓൺലൈൻ വഴി കബളിപ്പിച്ച് പണം തട്ടിയത്. കാനഡയിൽ പോകുന്നതിനായി ഇദ്ദേഹം വെബ്സൈറ്റുകളിൽ പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് ഇയാൾക്ക് വാട്സപ്പിൽ വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് ഫോൺ വരുന്നത്. പ്രായം കൂടുതലുള്ളതിനാൽ കൂടുതൽ പണം ഫീസ് ഇനത്തിൽ വേണമെന്ന് തട്ടിപ്പ് സംഘം വിശ്വസിപ്പിച്ചു. ഇതിനായി വ്യാജ വെബ്സൈറ്റും പരിചയപ്പെടുത്തി. ഇതിൽ വിശ്വസിച്ചതിനെ തുടർന്നാണ് 2 ഘട്ടമായി 39,000 രൂപ അയച്ചു നൽകിയത്. എന്നാൽ പിന്നീട് ഫോണിലൂടെ ബന്ധപ്പെട്ടയാളെ ഫോണിൽ കിട്ടാത്ത സ്ഥിതിയായി. തുടർന്ന് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും ഒറ്റപ്പാലം പോലീസിനെ സമീപിക്കുകയുമായിരുന്നു. UPI മുഖാന്തരം പണം കൈമാറിയ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ഹരിയാനയിലെ ബാങ്കിലാണ് പണം എത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇത്രയും തുക അക്കൗണ്ടിലുണ്ടെന്ന് കണ്ടതോടെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി ഇടപെട്ട് അക്കൗണ്ട് മരവിപ്പിച്ചു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതോടെയാണ് പണം പരാതിക്കാരന് കൈമാറാൻ ഉത്തരവായത്. ഉത്തരവ് ബാങ്കിന് കൈമാറിയതിന് പിന്നാലെ പണം പരാതിക്കാരന്റെ അക്കൗണ്ടിൽ തിരിച്ചെത്തി. കൃത്യസമയത്ത് പരാതി നൽകിയതും പരാതിയിൽ സമയം പാഴാക്കാതെ നടപടി സ്വീകരിച്ചതുമാണ് പണം തിരികെ ലഭിക്കാനിടയാതെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 പാലക്കാട്.